ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എക്സാക്റ്റ് സ്ഥലം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവിടെ വന്നത് അരുണിനെ കാണാനാണ്. അരുണിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓച്ചിറ, അതേപോലെ പിന്നെ ചെട്ടികുളങ്ങര, അതൊക്കെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഉത്സവങ്ങളുടെ നാടാണ് കേട്ടോ ഈ മാവേലിക്കര. ഈ ഒരു ഏരിയ എല്ലാം ഒരുപാട് നല്ല മനുഷ്യരുള്ള നല്ല അടിപൊളി ഒരു സ്ഥലം. ഒരുപാട് കായലുകളും ഇതേപോലെ മത്സ്യബന്ധനത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ പുഴമീനുകളും അങ്ങനെയൊക്കെ സമ്പൂർണ്ണമായ ഒരു പച്ച മനുഷ്യരുള്ള ഒരു അടിപൊളി സ്ഥലം. അതാണ് മാവേലിക്കര ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അരുണ് നല്ല സ്മാർട്ടാണ്. അവന് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്. നമുക്ക് അവൻ്റെ കടയൊന്ന് കാണാം, എന്നിട്ട് ബാക്കി വിശേഷം പറയാം. ഇത് അരുണിൻ്റെ സ്വന്തം കടയല്ലേ? അതെ. അപ്പോൾ ഇതാ ഇവിടെ സ്പെയർ പാർട്സ് ആണ് അല്ലേ, ബൈക്കിൻ്റെ 2 വീലറും 3 വീലറും. കച്ചവടം ഇല്ലേ? ക്രിസ്മസ് ആയതുകൊണ്ട് അടച്ചതാ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഈ കട കുറേ ആയോ? എത്ര വർഷമായി തുറന്നിട്ട്? ഒരു വർഷം അല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കടയിൽ. ഇപ്പം അരുണ് സ്വന്തമായിട്ട് വെച്ച കടയാണ്. എന്താ കടയാണ്, ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് കട തുറക്കുന്ന. ഞായറാഴ്ച വരെ തുറക്കൂ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടാണ്. വർഷാപ്പൊക്കെ അടവാകുമ്പോൾ പിന്നെ നമ്മൾ തുറന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അരുണിൻ്റെ കടയൊക്കെ കണ്ടില്ലേ? ആ കണ്ട അതാണ് കേട്ടോ അരുണാണ് എന്നെ കൂട്ടാനൊക്കെ വന്നത്. അവൻ വണ്ടിയൊക്കെ ഓടിക്കും. അപ്പോൾ ആൾ സ്മാർട്ടാണ്. അപ്പോൾ എന്താണ് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, അവൻ ITI പഠിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അവൻ്റെ ഈ കാലിൻ്റെ ഒരു എല്ലിങ്ങനെ ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചിട്ട് അത് സർജറി ചെയ്തപ്പോൾ ഒരു ഇടത് കാലിന് ചെറിയൊരു വലിപ്പക്കുറവ് വന്ന്. പക്ഷേ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷേ ചെറിയൊരു വലിപ്പക്കുറവ് അത് ഫീൽ ചെയ്യും. പിന്നെ വേറെ അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സംസാരിക്കാൻ ചെറിയൊരു കുഞ്ഞപ്പുണ്ട്, അതവന് ജന്മന ഉള്ളതാണ്. അപ്പോൾ കാലിനും പിന്നെ ഈ കഴുത്തിൻ്റെ ഈ ഒരു പിൻഭാഗത്തതിനും ഒരു അടിപെട്ടെ, അതൊക്കെ സർജറി ചെയ്ത് അതുപരമായിട്ട് അവൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അവന് സ്മാർട്ടാണ്, കച്ചവടം ചെയ്യുന്നുണ്ട്, ഷോപ്പുകൾ കണ്ടില്ലേ, അതുപോലെ ആൾ ഉഷാറാണ് എല്ലാത്തിനും. പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു കൊഞ്ഞപ്പുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാകാതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ്റെ വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. കേരളത്തിൽ എവിടെയാണ് നല്ലൊരു പെൺകുട്ടി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വരെ നിങ്ങളിത് എത്തിക്കണം കേട്ടോ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മക്കളുണ്ടാവും, ഫിനാൻഷ്യലൊക്കെ ബുദ്ധിമുട്ടുള്ളതും നല്ലൊരു വരനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതും ഉള്ളോട്ടുള്ളതായാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. അരുണിനെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി, അവരിലേക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കുക. നമുക്ക് അവരുടെ വീട് കാര്യങ്ങളൊക്കെ കാണാം. ഈ കാണുന്നതാണ് അരുണിൻ്റെ വീട് കേട്ടോ. ഇതാണ് ഇവരുടെ വീട്. അപ്പുറത്ത് അരുണിൻ്റെ സിസ്റ്റർ താൽക്കാലികമായിട്ട് താമസിക്കുകയാണ്. അവർക്ക് വീട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അരുണേ, എന്തൊക്കെയാ വിശേഷം? നമ്മളിപ്പോൾ കണ്ട് വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അമ്മ, ഈ കറക്റ്റ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര പല്ലാരിമംഗലം അല്ലേ? അതെ 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 അതെ. അപ്പോൾ ഇത് അരുണിന്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ലേഖ. അതെ. അപ്പോൾ അരുണ, എന്നിട്ട് എന്തൊക്കെയാണ്? സുഖം. ഒരു ദിവസം പോലും കട ലീവാക്കൂല അല്ലേ അമ്മ? ഇല്ല, ഒരു ദിവസം പോലും ലീവാക്കത്തില്ല. ഞായറാഴ്ച വരെ തുറക്കുന്ന അപ്പൊ ചേച്ചി പറഞ്ഞേ. ഇന്ന് ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ലാതെ ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കത്തില്ല. അതെ, കടയിൽ പോകണം. പൈസ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര അവന് അതാണ് അവന്റെ മെയിൻ കാര്യം. അതെ, പൈസ ഉണ്ടാക്കുക. അവന്റെ ലൈഫ് നല്ലോണം മുൻപോട്ട് കൊണ്ടുപോവുക. അവൻ തന്നെ പൈസ ഉണ്ടാക്കി അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക. ഞങ്ങളെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കത്തില്ല. അതെ അതെ. വണ്ടി കച്ചവടം പിന്നെ വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ വിറ്റ. കടക്ക് വേണ്ടി വിറ്റ. കട സ്വന്തമായിട്ട് എല്ലാ അരുണിന്റെ പൈസ തന്നെയാണോ? എന്റെ പൈസ തന്നെ, സ്വന്തം കട. സ്വന്തം കടയാന്ന് പറയുമ്പോ നമ്മൾ അത്യാവശ്യം വീട്ടിൽ നിന്നും റോൾ ചെയ്തു അങ്ങനെ ഒന്നും അല്ല അല്ലേ? അരുണിന്റെ മാത്രം പൈസ കൊണ്ട് എടുത്ത കടയാണ്. അവനിങ്ങനെ വണ്ടി കച്ചവടങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്. ഡ്രൈവറായിട്ട് പോകും. എല്ലാ മേഖലയിലും. ടാക്സിയിലാണോ? അല്ല, വീട്ടുകാരൊക്കെ വിളിക്കും ഇടയ്ക്ക് വീടുകളിൽ. സ്വന്തമായിട്ട് വണ്ടി കയറിട്ട് കല്യാണോട്ടം പോവും, കേറ്ററിംഗിന്റെ ഓട്ടം പോവും, സൗണ്ട് കാർ ഓട്ടം പോവും എല്ലാം. പിന്നെ KSEB ഓട്ടം വരുന്ന പരിപാടി ഉണ്ട്.
നമ്മളൊരു നേരം വെറുതെ ഇരിക്കൂലെന്നല്ലേ ശരിക്കും പറഞ്ഞാല്. അതെ. അപ്പോ ഈ ആക്സിഡന്റ് പരമായിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. ഈ കാലിന്റെ ഒരു വലിപ്പക്കുറവ് അല്ലേ? ശക്കലം അതെ, അതേ ഉള്ളു. അതിനിപ്പോ നടക്കുന്നതിന് വേറെ ബുദ്ധിമുട്ട്, പെയിനൊന്നും, വേദനയൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല, വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമലാണ്. വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും, കാലിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ തലേന്റെ ഈ ബാക്കിൽ ചെറിയ സർജറി കഴിഞ്ഞില്ല, അതുപരമായിട്ട് എന്താ? പകനക്കോടിന് എന്തോ ചെറിയൊരു വിഷയം വന്നായിരുന്നു, അങ്ങനെ ചെയ്ത. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആ ഹെൽമെറ്റ് അമങ്ങി അങ്ങനെ കണ്ട. ഹെൽമെറ്റും ഉണ്ട് തലയുടെ പ്രവേശത്ത്, വീഴ്ചയില്ല ഹെൽമെറ്റ് പൊട്ടി, അങ്ങനെ അത് വേറെ കുഴപ്പം അതിൻ്റെതായിട്ടുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അരുൺ എത്ര വയസ്സായി? 24. 24 വയസ്സിലാ? അതെ, 24 വയസ്സിലാണ് സ്വന്തമായിട്ടൊരു കടയും ഒക്കെ ഇട്ടല്ലേ? അതെ, കുറച്ച് വയസ്സൂടെ കഴിയുമ്പോ ഇവനാരാവും. അതാണ് വരുന്ന പെൺകുട്ടീനെ നല്ല രാജകുമാരിനെ പോലെ നോക്കൂ അല്ലേ? അതെ, 100% നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 2 മക്കള്. മോളുടെ വിവാഹം കഴിഞ്ഞ് അവര് സെറ്റിലായി. മോനെ അതെ, മോളിപ്പോ താൽക്കാലികമായിട്ട് ഇവിടെ താമസിക്കാണ്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അച്ഛന് മസ്കറ്റിലായിരുന്നു. ഇവന്റെ ഈ ആക്സിഡന്റിനെ തുടർന്ന് വന്ന് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോകണം ഇരിക്കുക. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ട് മീനിന്റെ പരിപാടിയായിട്ട് 2-3 മാസം പോകും. ഇപ്പം ഒരെണ്ണം വന്നിരിക്കുക. അങ്ങനെയാണല്ലേ? പെൺകുട്ടിക്കും അവന്റെ പെണ്ണായിട്ട് വരുന്നത് അതിന് ഒരു ബുദ്ധിമുട്ടും വീട്ടിലുണ്ടാകത്തില്ല. പിന്നെ വരുന്നത് അവനെ സ്നേഹിച്ച് അവർ രണ്ടുപേരും കൂടെ വേണം ഇനി ആ കട മുൻപോട്ട് കൊണ്ടുപോകാനായാലും അവരുടെ കാര്യങ്ങളെല്ലാം അതിലൊന്നും ഞങ്ങൾ ഇടപെടത്തില്ല. അവര് നന്നായിട്ട് ജീവിക്കുക, അവനെ സ്നേഹിക്കണം. കടയിൽ ഇരിക്കാന്നല്ല പറയുന്നത്, എനിക്ക് അതൊക്കെ ഓട്ടോ ഒക്കെ ഉള്ളപ്പോൾ ഞാനിപ്പോ വണ്ടി എടുക്കുമല്ലോ. ഇപ്പം ഞാൻ വണ്ടി എടുക്കും, ഇപ്പൊ 2-3 മാസം കഴിയുമ്പോൾ ഒരു വണ്ടി എടുക്കും. അപ്പൊ വണ്ടിക്ക് വിലക്കുറവാ. അപ്പൊ അതെടുത്ത് കഴിയുമ്പോ എനിക്ക് ഓട്ടം പോകാൻ വന്നാൽ അപ്പച്ചൻ ജസ്റ്റ് ഇരിക്കുകയല്ല, അത്രേ ഉള്ളു. അതായത് നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു ഭാര്യ ആവുക, കൊച്ചായിരിക്കണം. അതെ, നമുക്ക് സാമ്പത്തികം ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഇവനെ സ്നേഹിച്ച് ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. അതെ, ആത്മാർത്ഥത വേണം ഞങ്ങളോടൊപ്പം കൂടെ. ഞങ്ങളെല്ലാരും പരസ്പരം നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അപ്പൊ അതുപോലെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. നമുക്കൊരു എത്ര വയസ്സ് വരെ ഉള്ളത് നോക്കാം? 23 വയസ്സ് വരെ, 18 തൊട്ട് 23. 18 തൊട്ട് 23 വരെ നോക്കാം അല്ലേ? അതെ. അരുൺ എത്ര വരെയാ പഠിച്ചേ? ഞാൻ ITI മെക്കാനിക്ക്. +2 കഴിഞ്ഞിട്ട് പോയതാ? +2 കഴിഞ്ഞിട്ട് പോയതാ. 10 കഴിഞ്ഞ് പിന്നെ +2 പഠിച്ച് പിന്നെ ITI. അപ്പോൾ ആക്സിഡന്റ് ആയിട്ട് പിന്നെ നമ്മള് കുറച്ച് മെഡിക്കൽ പരമായിട്ട് കുറച്ച് വീട്ടിലായി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് കടയിട്ട്. അതെ, ഞാൻ പഠിച്ചത് ഈ ഓട്ടോമൊബൈല. അപ്പൊ അതിന്റെ പരമായിട്ടാണ് ഞാൻ സ്പെയർ പാർട്സുകൾ എടുത്തത്. അതെ. പിന്നെ അമ്മയ്ക്ക് വേറെന്താ പറയാനുണ്ടോ? എൻ്റെ മോൻ മിടുക്കനായിരുന്നു. വന്ന് അവൻ്റെ കഴിവ് പോലെ അതിനുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചെറിയ ജോലിയുണ്ട്. അമ്മ ബാലവാടിയിൽ ഹെൽപ്പറാണ്, ഗവൺമെന്റ് ജോലിയാണ്. താൽക്കാലികമായിട്ട് ഇപ്പം സ്ഥിരമാവും. 10 വർഷം കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നതാണ്. അത് ശരി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹാസ്റ്റ് പ്രശ്നമല്ല. എൻ്റെ മോനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ, നല്ലൊരു പെൺകുട്ടിയെ വേണം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും നോട്ടമില്ല. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അരുണേ, പറ്റും. നമുക്കിപ്പം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരെല്ലാം നിൽക്കാം. എല്ലാവർക്കും ചെറിയ എന്തെങ്കിലും കുറവുകൾ കാണുമല്ലോ. തീർച്ചയായും. ആ ഒരു മനസ്സിലാക്കലാണടാ. നമ്മളത് മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ട് അല്ലേ? നമ്മളെല്ലാവരും തികഞ്ഞവരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. നമുക്ക് എപ്പോ മനസ്സിലാ ഒരു ബോധ്യം ഉണ്ടായാൽ മതി അല്ലേ? ആരും ഈ ലോകത്ത് ഒരു വർഷം കടന്നുകൊണ്ട് എനിക്ക് അറിയാം. എനിക്കൊരു വീട്ടിൽ വന്നപ്പോ എനിക്ക് അറിയാം. തീർച്ചയായിട്ടും നല്ലൊരു വധുവിനെ തന്നെ എത്രയും പെട്ടെന്ന് അരുണിന് കിട്ടണം. നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കുക. വേറെ വലിക്ക് കാസ്റ്റും അതൊന്നും വലിക്ക് നോട്ടമില്ല. മോനെ സ്നേഹിക്കുന്ന കേരളത്തിൽ ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? കേരളത്തിൽ എവിടെയാണെങ്കിലും നല്ലൊരു പെൺകുട്ടി അല്ലേ? അത്രേ ഉള്ളൂ. മനസ്സിലാക്കുന്ന പോലെ
അതെ, എഡ്യൂക്കേഷൻ ആയാലും ഒന്നും നമ്മളങ്ങനെ അല്ലേ എന്നത് ഉണ്ടെങ്കിൽ സന്തോഷം അല്ലേ. അതെ, എന്താന്ന് വെച്ചാൽ ഒരു പിടിവാശിയൊന്നും. അതെ, അത്യാവശ്യം കണക്കൊക്കെ കൂട്ടാൻ അറിയുന്ന ഒരു കണക്കും കാര്യങ്ങളും സ്പെയറിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന അല്ലേ ഒരു കുട്ടി വേണം. മനസ്സിലാക്കുന്ന ഒരു കുട്ടി, സ്മാർട്ടായിട്ടുള്ള അവളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്ക് വിഷയമില്ല അല്ലേ. അതെ, അപ്പോൾ അവരെ ജാതി വേറെ കാസ്റ്റ് അതൊന്നും നമുക്ക് നോക്കുന്നില്ല. അവർ നല്ല രീതിയിൽ മനസ്സിലാക്കി മുമ്പോട്ട് വരിക. വേറൊന്നും പറയാനില്ലല്ലോ. അരുൺ എന്താ പറയണ്ട വേറെ? എന്നും പറയുന്നത് എപ്പോഴും കടയിൽ ഇരിക്കണമെന്നല്ല. അതെ, അല്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ, അതായത് കട്ടക്ക് നിൽക്കുന്ന ആള് അത്ര തന്നെ, കടയിൽ നിൽക്കുക അങ്ങനെയല്ല ഉദ്ദേശിച്ചില്ലേ. നമ്മളെ താങ്ങും തണലും ആയിട്ടുള്ള മനസ്സിലാക്കുന്ന ഒരാള്. അതെ, തീർച്ചയായും. അപ്പോൾ അരുണ് നല്ല അടിപൊളിയാണ്. അവന് വേറെ സ്മാർട്ടാണ്. അവന് പൈസ ഉണ്ടാക്കാനും പിന്നെ അവൻ്റെ പെരുമാറ്റമായാലും അവൻ്റെ ക്യാരക്ടർ ആയാലും എല്ലാം സൂപ്പറാണ്. അപ്പോൾ അത് നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. നല്ലൊരു യുവാവിനെ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നമ്മൾ വലിയ സർക്കാർ ജോലി അത് ഇത് എന്നൊക്കെ തേടി പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ആത്മാർത്ഥമുള്ള സ്നേഹം. അതേപോലെ നമ്മളെ മക്കളെ നല്ലോണം നോക്കുമെന്നൊന്നും നമുക്ക് അറിയാണ്ട് നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ തേടി പിടിച്ച് പോകുന്നത്. ശരിക്കും വെച്ചാൽ അരുണിനെ പോലെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഈ ഒരു രീതിയിലുള്ള ചെറുപ്പക്കാർക്കാണ് കേട്ടോ പെൺകുട്ടികളെല്ലാം കൊടുക്കേണ്ടത്. ഞങ്ങളെ പേരൻസ് എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം അത്. അരുണെല്ലാം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ അങ്ങ് സ്നേഹിച്ച് നല്ല രീതിയിൽ അങ്ങ് നോക്കിക്കോളും. അതിവിടെ വന്ന് ഇപ്പോൾ അവനെ കണ്ട് ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവനോട് സംസാരിച്ചതിൻ്റെ രീതിയിൽ എനിക്ക് അവനെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ നല്ലൊരു പെൺകുട്ടി വരട്ടെ, മനസ്സിലാക്കുന്ന ഒരാളാവട്ടെ അല്ലേ. അത്രയേ ഉള്ളൂ. അരുണ് കുറേ ആയി വിളിക്കുന്നത്. ഓന് തിരക്കായിരിക്കില്ല, ഞാൻ തിരക്കായിരിക്കും. അങ്ങനെ ഇപ്പോഴായിരിക്കും സമയമായത്. അതെ, അപ്പോൾ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അത്രയല്ലടാ ഉള്ളൂ അല്ലേ. അമ്മ വേറൊന്നും പറയാനില്ലല്ലോ. അതെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും ഇങ്ങനെ റിപ്പീറ്റേഷൻ പറയുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വധു തന്നെ അരുണിന് വരട്ടെ, മനസ്സിലാക്കുന്ന നല്ല ഫാമിലിയാണ് ഇവർ. നല്ല സന്തുഷ്ടമായ, നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയാണ്. ആ വീട്ടിലേക്ക്, അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് വരുന്ന കുട്ടിയും തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വലിയ ആഡംബരമായ വീടും ഭയങ്കര ജോലിയും അങ്ങനെയല്ല. നമ്മളെ പരിഗണിക്കുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് കേട്ടോ. അത് ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം പെൺകുട്ടികൾക്ക് പല കാഴ്ചപ്പാടും അങ്ങനെ ഒരു റിച്ച് മൈൻഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഒരു ഭർത്താവിനെ കെട്ടുക, എന്നിട്ട് രണ്ടാളും കൂടി കട്ടക്ക് നിന്നിട്ട് റിച്ച് ആവുക, അതാണല്ലോ ഒരു പൈസക്കാരനെ കെട്ടിയിട്ട് റിച്ച് ആവുക എന്നുള്ളതല്ല. നമ്മൾ ഉയർന്നു വരുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് രണ്ടാളും കൂടി കട്ടക്ക് നിന്നിട്ട് രണ്ടാളും കൂടി റിച്ച് ആവുക, അത് വേറെ വൈബ് അങ്ങനെ ആകുന്നത്. അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ, അരുണിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പാർട്ണർ വരട്ടെ. കേരളത്തിൽ എവിടെയാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ നടക്കാനോ അരുണിനെപ്പോൾ തന്നെ അങ്ങനെ, പക്ഷേങ്കിൽ ഒരു പക്വതയുള്ള കുട്ടിയായിരിക്കണം. കാരണം ഓനൊരു താങ്ങാവുന്നൊരു കുട്ടിയായിരിക്കണം എന്നുള്ളതാണ്. ബാക്കി ഒന്നും നമുക്ക് ഇവിടെ വിഷയമില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ കൂടെ നിൽക്കുക. ഓക്കെ.